മുതോരെ മൂന്നമലയേറി പോയിഞ്ചു കാടുതേൻ കൊണ്ടുവരണോ തിരുന്നൂറ് പെറ്റ മുറുക്ക് കാണിക്ക വെച്ചിടണോ ആണ്ടുകൂടി മക്കളെ തേടി ഭരണിഞ്ചു തമ്പ്രാനമ്മയ്യ ആണ്ടവനെ കുമ്പിട്ട് കുപ്പിഞ്ചു എങ്കളും ആടണയ്യാ നമസ്കാരം, സെല്ലുലോയിഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ദിനംപ്രതി 1000-ൽ കൂടുന്നു. സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്ന് DGP. ചിങ്ങമാസത്തിലെ പൊൻപുലരിയിലേക്ക് കടക്കുവാൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രം. തിരുവോണനാളിൽ മഹാബലി തമ്പുരാൻ കേരളം സന്ദർശിക്കുന്നത് സമൂഹ വ്യാപനത്തിന് ഇടയാക്കുമെന്ന് കേരള സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചുകൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നു. റഹ്മാൻ, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ? പ്രിയങ്ക, ഈ വർഷം ഓണത്തിന് മഹാബലി തമ്പുരാൻ വരണ്ട എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആഹ്വാനത്തിന് മുഖ്യൻ ശരിവെക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടെ എല്ലാവരും. മഹാബലി തമ്പുരാന്റെ വരവോടുകൂടി കേരളത്തിലെ സാമൂഹ്യ വ്യാപനത്തിന്റെ അളവ് കൂടുമോ എന്നുള്ള പ്രിയങ്കയിലാണ് ആശങ്കയിലാണ് പ്രിയങ്ക. ഈ ഒരു വിഷയത്തിൽ അന്യമായ ഒരു കാര്യം പറയാൻ മുഖ്യമന്ത്രിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമ്മുടെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇന്ന് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 1438. വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളവർ 618. ബാക്കിയുള്ള 820 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഈ ഓണക്കാലത്ത് മഹാബലി തമ്പുരാൻ എത്തിയാൽ അത് സമൂഹ വ്യാപനത്തിന് കാരണമാകും എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനയോട് മനസ്സോടെയാണെങ്കിലും ഈ സർക്കാരും പങ്കുചേരുകയാണ്. ഇനി ആർക്കെങ്കിലും മഹാബലിയെ കൊണ്ടുവരണം എന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ അത് അവരവരുടെ സ്വന്തം റിസ്കിൽ അതിഥി തൊഴിലാളികളുടെ പാസ് എടുത്ത് കൊണ്ടുവരാവുന്നതാണ്. സർ, ഈ കൊറോണ കാലത്ത് പൊതുജനങ്ങൾക്ക് പുറത്തിറക്കി നടക്കാമെങ്കിൽ എന്തുകൊണ്ട് മഹാബലിക്ക് വന്നുകൂടാ? ഇതിനുള്ള മറുപടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇതൊന്നും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് വേണം പറയാൻ. സർ, കോവിഡ് സ്ഥിരീകരിച്ച ആളുടെ കണക്ക് ദിനം പ്രതി ഒരു ദിവസം 1000-ന് മുകളിലാണെങ്കിൽ അടുത്ത ദിവസം 600 ഇത് കണക്ക് ടാലി ചെയ്യാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം പറയുന്നതല്ലേ? കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി എടുക്ക്, ഞാൻ നിന്ന് തരാം. എന്നിട്ട് മുഖ്യമന്ത്രിയെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ മറ്റൊരു വാർത്ത കൊടുക്ക്, കാണട്ടെ. എല്ലാത്തിനും ഒരു മര്യാദ വേണം കേട്ടോ. ഒരു മര്യാദ എല്ലാ കാര്യത്തിലും പാലിക്കുന്നത് വളരെ നല്ലതാണ്. സാർ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഞാനാ പറഞ്ഞത്. എല്ലാത്തിനും ഒരു മര്യാദ വേണം കേട്ടോ. സാർ, ഭരണപക്ഷം മഹാബലിയെ കൊണ്ടുവരുന്നത് പ്രതിപക്ഷം എതിർക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മഹാബലി കേരളത്തിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഭരണപക്ഷം എന്ത് ചെയ്യുന്നോ അതിനെ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ അജണ്ട. ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വേഷം കെട്ടാറില്ല ഞാൻ. ഒരു മിനിറ്റ്, ക്യാമറ കട്ട് ചെയ്യണ്ട. ഉസ്മാനെ, മഹാബലി തമ്പുരാനെ, ഇത് ഞാനാ, ചിന്നത്തലയാണേ. പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? പേടിക്കണ്ടെന്നേ. പിന്നെ തമ്പുരാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരെ ഞാൻ പറഞ്ഞു വിടാം. അത് ഏതു പാതാളത്തിലേക്കായാലും. ആവശ്യത്തിനുള്ള മൂപ്പരവിടെ തള്ളുണ്ടേ. ഒരു സ്ഥാനത്തിരിക്കുമ്പോഴല്ലേ തള്ളാൻ പറ്റൂ. അനക്കതിലൊന്നും വലിയ താല്പര്യമില്ല. ഈ മോനൊരാൾ വിചാരിച്ചാൽ മതി. നിങ്ങളെ ഈ ആശ്രമം ഉണ്ടല്ലോ, അദ്ദേഹം പൂട്ടിക്കും. അഗസ്ത്യാശ്രമം പൂട്ടിച്ചടാ. നിങ്ങൾ പൂട്ടിച്ചിട്ടല്ലേ ശീലമുള്ളൂ.
രാവിലെ തന്നെ വരും ഓരോരുത്തർ പൂട്ടിക്കായി. ഗോപിയേട്ടോ, മോഹനേട്ടനെ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞങ്ങളെ പാർട്ടിന്റെ ഗർജിക്കുന്ന സിംഹാത്. കയറി വേണം മക്കളെ. ഏതായാലും നമുക്ക് നമ്മളെ പണി തുടങ്ങാം. അതന്നെ. തിന്നുന്നതിന് മുമ്പേ കയ്യൊക്കെ ഒന്ന് കഴിക്കടാ. ഇത് കൊറോണക്കാലല്ലേ. നമ്മളെ പാർട്ടിക്ക് എന്ത് കൊറോണ ഇല്ല വേണ്ട. ഇരിക്കണ്ട. ഞങ്ങളെ അധ്വാനിക്കുന്ന പാർട്ടിയാ. അധ്വാനിക്കുന്ന വർഗത്തിന് കൊറോണ ഇല്ല. അല്ല, ഈ മുദ്രാവാക്യം വിളിയും കൊടിപിടുത്തവും ഒക്കെ അധ്വാനത്തിന് വരുമോ മോനാ? പിന്നെ പോലീസിന്റെ രാത്രി ചാർജ് അടി ഓട്ടോ അധ്വാനല്ലേ? നിങ്ങളൊന്ന് പോയി നോക്കണം വിവരം. ഈ ചാനലിലെ ചർച്ച പറഞ്ഞോ, അതും അധ്വാനല്ലേ? പ്രായം ഒരുപാടായില്ലേ, നല്ല പോയിട്ടുണ്ടല്ലേ. മക്കളും മരുമക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കണുണ്ട്. ഞാൻ വീട്ടിലൊരു സാനിറ്റൈസർ ഇട്ടാ പോരെ. സാനിറ്റൈസർ ഞാൻ ബൂട്ടിക്കും പറഞ്ഞാ. ബേട്ടാ ഒരു കട്ടൻ. എന്താണ് രാജാ, അതിപ്പോ ഞങ്ങളെ കട്ടൻ ചായ പറ്റുള്ളൂ. എന്തോടെ ഒരു കളിയാക്കല്, നിങ്ങളെ കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞു. എടാ ഞങ്ങളെ മെയിൻ കട്ടൻ ചായ, ഞങ്ങള് ബൂട്ടിനകത്ത് പാൽ ചായ കുടിക്കുന്നത്. അല്ലടാ, ഈ കട്ടൻ ചായയിലൊക്കെ ഉണ്ടോ രാഷ്ട്രീയം? ഓവേട്ടങ്ങൾ അങ്ങനെ പറയരുത്. നമ്മൾ രാഷ്ട്രീയമില്ലേ, നമ്മളെ പെരുമാറ്റത്തിൽ രാഷ്ട്രീയമുണ്ട്, നമ്മളെ നടത്തത്തിൽ രാഷ്ട്രീയമുണ്ട്, വീട്ടിലിരിക്കുന്ന അഡ്രസ്സിൽ രാഷ്ട്രീയല്ലേ. പിന്നെ കട്ടൻ ചായ രാഷ്ട്രീയം പാടില്ലേ? നിങ്ങളെ ഈ നാറി ഭരണം കാരണം ഇവിടെ എന്ത് വികസനം ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കുഴപ്പം? അഴിമതി. മുല്ലശ്ശേരി പാലത്തിന് കോൺക്രീറ്റ് 1.5 കിലോമീറ്റർ 55 ലക്ഷം റുപ്യാണ് മുക്കിയത്. ഞാൻ വർത്താൻ പറയല്ലേ, ആ റോഡ് ചെപ്പാൻ കുടിവെള്ളത്തിൽ കുഴിച്ചിട്ട് 60 ലക്ഷം നിങ്ങൾ മുക്കിയില്ലേ? അത് ഞങ്ങളെന്താ പറഞ്ഞു? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാലോട്ടോ. രണ്ടും കള്ളന്മാരാ. 2 പേരോടുകൂടി പറയാ, ഇന്റെ പീടികയിൽ രാഷ്ട്രീയം പറയാൻ പറ്റൂല. ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിത്തല്ല് അത് ഇവിടെ നടക്കൂല. ഓ അങ്ങനെയാണ്. അങ്ങനെ തന്നെയാ. നിങ്ങളെ ഈ കട്ടൻ ചായ എനിക്ക് വേണ്ട, നിങ്ങളോടും കൂടിയാ. കണ്ടടാ, നിങ്ങളെ ഈ രാഷ്ട്രീയം കാരണം എന്റെ ഒരു കച്ചവടം പോയി. ഓ ബേട്ടാ, നിങ്ങൾ ഭൂഷകളെ പോലെ സംസാരിക്കരുത്. ഞാൻ നിങ്ങളൊക്കെ തൊഴിലാളിയാണ്. ഞാൻ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാ. ഇതെനിക്ക് വല്ലാതെ സങ്കടമായി പോയിട്ടോ. അങ്ങനെ പറയല്ല, അതല്ല. മുഴുവൻ തിന്നാൻ കഴിയാത്തതായിരിക്കും സങ്കടം. അല്ല മോനാ, ഇനി ഇപ്പൊ മാവേലി വരുന്ന മുടക്കം നോക്കേ. ചിലതൊക്കെ മുടക്കായല്ലോടോ, ചിലതൊക്കെ നടക്കുള്ളൂ. അല്ല മോനാ, ഇപ്രാവശ്യമെങ്കിലും മൂപ്പരൊന്ന് വന്നോട്ടെ. ഇനി എന്തിനാ ഇനി ശല്യപ്പെടും? ഇതിന്റെ നെഞ്ഞത്തൂടിയായിട്ടാണ് ഇത് വരുന്നത്. എന്ത് വർത്താനം സുധാരാ പറയണത്? മുഖ്യമന്ത്രി പറഞ്ഞ ഞായല്ലേ. ഇനി അതല്ല, ഞങ്ങളെ കണ്ണുവെട്ടിച്ച് ആരെങ്കിലും മാവേലിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഞാൻ കുറ്റം കാണിക്കോ? തോന്നുന്നുണ്ടോ? മഹാബലി തമ്പുരാനെ കൊണ്ടുവരുമെന്ന് അജ്ഞാതൻ. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെത്തുന്ന മഹാബലിക്ക് കേരളത്തിലെത്താനുള്ള എൻട്രി പാസ് തന്റെ കയ്യിലുള്ളിടത്തോളം കാലം താൻ മഹാബലിയെ കേരളത്തിലെത്തിക്കുമെന്ന് അജ്ഞാതൻ. പതിവിനെതിരായി ഈ വർഷം മഹാബലി തമ്പുരാൻ കോഴിക്കോട് എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ പുതിയ റിപ്പോർട്ട്. മുടങ്ങിയില്ലേ സുധാരാ? എൻ്റെ അളിയ ശശീന്ദ്രൻ 25 കൊല്ലം മുമ്പ് വളരെ നിസ്സാരമായ പ്രശ്നം ഞാനായി തെറ്റി ദുബായിലേക്ക് പോയതാ. ആളിതൊരു തിരിച്ചു വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയാം? ഞാൻ മുടക്കിയതാ. മാവേലി കേരളത്തിലെ നല്ല ഈ ലോകത്ത് കാലത്തില്ല. ഞാൻ മുടക്കും. അല്ല ഗോപിയേട്ടാ, അപ്പൊ ആരായിരിക്കും മാവേലിനെ കൊണ്ടിരുന്ന അജ്ഞാത? ആരായാലും ആളൊരു David, who the hell is this guy, man? Come on, let's find out. Come on, quick. No idea, sir.
ഇയാളെ കൊണ്ടൊന്നും മാവേലിനെ കൊണ്ടുവരല് നടക്കൂലോ. മോനെ, അതൊക്കെ എൻ്റെ വെറും മോഹം മാത്ര. മഹാബലിയെ കൊണ്ടുവരാതിരിക്കാൻ എൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ഞാൻ കുടിപ്പിക്കാം. പുള്ളിക്കാരൻ മൈക്കെല്ലാം കണ്ട് പേടിച്ചെന്നാ തോന്നുന്നത്. മോളെ, ഈ ബ്രിട്ടീഷുകാരെ 1500 അടി വീതി 5500 അടി നീളമുള്ള പാറ്റൻ ടാങ്കിന് മുന്നിൽ പതറാത്ത ഞാനാണ് ഇർക്കിലക്കോല് മാറ്റ 4 മൈക്കിന് മുന്നിൽ പതർന്ന്. സാർ റെഡി അല്ലേ? അപ്പം ഇന്നത്തെ ആകെ രോഗബാധിതർ 1268. അയ്യോ അതല്ല, ഈ എന്നും 6 മണിക്ക് മുഖ്യമന്ത്രിൻ്റെ പത്രസമ്മേളനം കണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാ. ഞാനാണല്ലോ മൂപ്പർക്ക് ഈ കണക്ക് കൊടുക്കണേ. മോഹനേട്ട നിങ്ങളിങ്ങനെ കൂട്ടിട്ട മെരു നടക്കുന്ന മെരുല്ലേ നമ്മളെ മെരു, അത് നടക്കുന്നതായിരിക്കും. നടക്കുന്ന എന്തിനാ? നിങ്ങളാ തൂണ് കൊത്തിപ്പൊടിക്കണ്ടെന്ന്. എടാ, ഒരു കാര്യം മുടക്കാൻ നോക്കിയിട്ട് മുടക്കാൻ പറ്റിയില്ലെങ്കിൽ മൂപ്പർക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് സാർ, കേരള സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെ മഹാബലിയുടെ വരവിനെ എതിർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാബലിയെ പോലെ ഒരാളെ സാറിനെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യന് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഈ മഹാബലിനെ ചവിട്ടിത്താത്തിയത് ആരാണ്? ഞാനാണ് ആള്. താങ്കളോ? ആ, അതിൻ്റെ പിന്നെ ഒരു കഥ ഉണ്ട്. 1924 ആഗസ്റ്റ് 14 തീയതിയാണ് ഓണം ഉണ്ടായത്. ഞാനന്ന് തേങ്ങ പെറുക്കാൻ വേണ്ടി പറമ്പ് പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് അതിർത്തി തർക്കാണ്. ചെന്ന് നോക്കിയപ്പോൾ അതിർത്തി തർക്കമല്ല. വാമനൻ നമ്മളെ മഹാബലിനെ ചവിട്ടിത്താത്താനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പം ഈ വാമുൻ്റെ അടുത്തൊരൊറ്റ ചോദ്യം, കാണാരേട്ട ഇനിയൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചല്ല വാമു, അനക്കിപ്പം ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളൊരു കാല് തന്ന് സഹായിക്കണമെന്ന്. ഞാനാകെ പെട്ടുപോയി. ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമാണ്, ഒഴിവാക്കാനും പറ്റില്ല. നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, മഹാബലിനെ ചവിട്ടിത്താത്താൻ വേണ്ടിയിട്ട് വാമനെ ഒരു കാലുകൊണ്ട് ഭൂമി അളന്ന് 2ാമത്തെ കാലുകൊണ്ട് സ്വർഗം അളന്ന് കഴിഞ്ഞ് 3ാമതൊരു കാലില്ലാതെ മൂപ്പര് എയറിലങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യും? പിന്നെ ഒന്നും നോക്കിയില്ലപ്പം പറഞ്ഞതല്ലേന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാലുകൊണ്ട് മഹാബലിൻ്റെ തലയിൽ വെച്ചിട്ടൊരൊറ്റ തള്ള, അമ്മായിത്തെ തള്ള ഞാൻ. അങ്ങനെ ഈ മഹാബലിനെ ഞാൻ ചവിട്ടി താത്തുന്ന സമയത്ത് മഹാബലിൻ്റെ അടുത്ത് ഒരൊറ്റ ചോദ്യമാണ്, കാണാരേട്ട ഈ നാട് ആര് നോക്കുന്നു? ഞാൻ പറഞ്ഞ അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കുക വേണ്ട, ഞാൻ നോക്കിക്കോളാണ്. അങ്ങനെ ആ പോണ പോക്കിൽ ഞാൻ മൂപ്പർക്ക് ഒരു ഓഫറും കൊടുത്തു. കൊല്ലത്തിൽ 10 ദിവസം കേരളത്തിൽ വന്ന് പ്രജകളെ കണ്ടോളായി. അതെന്തിനാണെന്നറിയാം നിങ്ങൾക്ക്? എനിക്കൊരു റെസ്റ്റ് വേണ്ട. ഞാൻ അത്രയും ദിവസം ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യല്ലേ. ശരിക്കും ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഈ സമയമാണ് ശരിക്കും ഓണം. ശരിക്കും പറഞ്ഞാൽ തിരുവോണമല്ല, കണാരോണാണ്. ഇനി എനിക്ക് സ്ഥാനമോ പ്രശസ്തിയൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കലണ്ടറിൽ കൊടുക്കേണ്ടതാണ്. ഞാനാ പറഞ്ഞേ. അതെങ്ങനെയാണ് സർ? മോളെ, ഈ ചവിട്ടിത്താത്തിയ ആൾക്കല്ലേ തിരിച്ചു കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും ഈ കണാരേട്ടൻ മഹാബലിയെ കോഴിക്കോട് കൊണ്ടുവന്നിരിക്കും. എന്തൊരു പണിയായി കാണിക്കുന്നത്. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തതയാണ് മനസ്സിന്റെ ബലം. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെയാ നമുക്ക് പോകേണ്ടത്. വർഷത്തിൽ 10 ദിവസമേ മോചനമുള്ളൂ നമുക്ക്. അതിനൊന്നുമില്ലേ?
ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ കൊല്ലം പ്രളയം കാരണം പോയില്ല, അതിന് മുമ്പത്തെ കൊല്ലം നിപ്പ കാരണം പോയില്ല. ഈ വർഷവും കൂടെ പോയില്ലെങ്കിൽ ഒന്നുമില്ല, ഞാനിവിടെ. ബ്രദർ ഉദ്ദേശിക്കും പോലെയല്ല ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. ഞാനെല്ലാം എൻ്റെ ധ്യാന ദൃഷ്ടിയിലൂടെ കാണുകയായിരുന്നു. തിരുമേനി എന്ത് കണ്ടെന്നാ പറയണേ? ഒന്നാമതോടെ വെള്ളപ്പൊക്കവും പ്രളയവും ദാരിദ്ര്യവും വീണ്ടും വന്നു, പോരാത്തൊരു പുതിയൊരു വൈറസും. അങ്ങനെയുള്ള കേരളത്തിൽ നമുക്ക് പോകണം. തിരുമേനി എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക, പല്ല് തേക്കുന്ന ബ്രഷ് വരെ. എൻ്റെ കാര്യം പോട്ട്. കേരളത്തിലെ ജനങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അങ്ങയുടെ വരവിനായിട്ട് അവർ കാത്തിരിക്കുക. ഇനിയെങ്കിലും നമ്മൾ ചെന്നില്ലെങ്കിൽ കഷ്ടമാണ് കേട്ടോ. ഞാൻ ആലോചിക്കട്ടെ. ഇതാലോചിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ഓണം കൂടെ കഴിയും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നമുക്ക് പോണം. കഷ്ടമാണ്. പോന്നാ തോന്നണേ. പോവാം. നന്മ മരമേ ഈ മലനാടിൻ തമ്പുരാനേ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും ഓരോ സെക്കൻഡും ആഘോഷിക്കുന്നോർ മലയാളിയാണിന്നടാ. ചുമന്നിക്കാതെ പൂവൊരുക്കട്ട പൂന്നൊരുക്കട്ട നീ ഈ മണ്ണിന്റെ മന്ന നിന്ന് വരികയായടാ. സന്താപങ്ങൾ മാറ്റാമിനി സന്തോഷം കൊണ്ടാടിട്ട. മച്ചാനെ തട്ടെടുക്കട്ട വിളക്കെടുക്കട്ട നീ ഈ തമ്പ്രാനെ മല ചാത്തി അനയിച്ചിട. തമിഴ് ബംഗാളി ആന്ധ്ര പഞ്ചാബി നാടിൻ ആചാരം പലതാണടാ. എന്നും ഒന്നായി തമ്മിൽ ചേരുന്ന ഓണം എല്ലാവർക്കും സ്വന്തമടാ. നമ്മ രാജമ്മ വെല്ലി എന്നും നേരിൻ പോരാളി. നമ്മ രാജമ്മ വെല്ലി കരുത്തുള്ള വീരൻ പോരാളി. കള്ളം ചതി പാടയില്ല, രാജ്യത്തിന്റെ കാവൽക്കാരൻ മാവേലിക്ക് നൽകാം സല്യൂട്ട്. ഇനി പൊന്നോണം ഉത്സവത്തിന്റെ മേളമായടാ. ഈ മണ്ണിന്റെ മന്ന നിന്ന് വരികയായിതാ. അത്തമ്പത്തിനായി എത്തും പൊന്നോണ നാളിൽ നാടാകെ പാടും ഒന്നായി ഓണപ്പാട്ടീരടികൾ. ചുമന്നിക്കാതെ പൂവൊരുക്കട്ട പൂന്നൊരുക്കട്ട നീ ഈ മണ്ണിന്റെ മന്ന നിന്ന് വരികയായടാ. സന്താപങ്ങൾ മാറ്റാമിനി സന്തോഷം കൊണ്ടാടിട്ട. മച്ചാനെ തട്ടെടുക്കട്ട പിളക്കെടുക്കട്ട നീ ഈ തമ്പ്രാനെ. നാട് മുഴുവൻ നന്നായി കൂടെ മച്ചാനും മത്തക്കും കൂടെ ഡാൻസ് കളിക്കാം. വണ്ടിയിൽ അപ്പൊ മാവേലി വിളിക്കണ്ടേ? മാവേലി ലോക്ക്ഡൗൺ ആയിട്ട് കടപ്പുറത്ത് ആള് വരാത്തോണ്ട് തിന്നാനൊന്നും കിട്ടില്ലല്ലേ. ഈ ചെങ്ങായിമാര് വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കോ? വെറുതെ ടി വി കയറിയിരുന്ന് വെല്ലു വിളിക്കും ചെയ്ത്. നമ്മൾ ഇയാളെ കൊണ്ട് നടക്കേണ്ടി വരും.
അല്ല എന്താ ഒരു സ്വകാര്യം? നിങ്ങളെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടെന്ന്. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐശ്വര്യരായി വരെ എന്നെ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല വൈകിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ വരൂലെന്ന്. ചതി കളവ് അതൊന്നും നമുക്കറിയുന്ന കാര്യമേ അല്ല. അതൊക്കെ നിങ്ങൾ രാഷ്ട്രീയക്കാർക്കല്ലേ. രാഷ്ട്രീയം മാത്രം എൻ്റെ അടുത്ത് പറയരുത്. ഇതേതാ ഓന്ത്? ഞാൻ മഹാബലി തമ്പുരാന്റെ സഹായിയ, പേര് ബാബുബലി. ബാഹുബലിയോ? ആ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അത് ബാഹുബലി, ഞാൻ ബാബുബലി. ഓ അങ്ങനെ. ഒറിജിനൽ പേര് ബാബു എന്നാ. പിന്നെ മഹാബലി തമ്പുരാന്റെ കൂടെ പിടിച്ചു നിക്കണ്ടേ, അതിനൊരു പഞ്ചിന് വേണ്ടിയിട്ട പേരാ ബാബുബലി. ഓ അങ്ങനെ. ആട്ടെ, നമ്മുടെ പ്രജകളൊക്കെ എങ്ങനെ പോകും? പ്രജകൾക്കൊക്കെ ഇവിടെ പരമസുഖല്ലേ. 5-6 മാസമായിട്ട് പണിക്ക് പോകണ്ട, സ്കൂളിൽ പോകണ്ട, വീട്ടിൽ തിന്നാ ഉറങ്ങുക, ഇതൊരു പരിപാടി. ഭക്ഷണ സാധനം മുഴുവൻ പാർട്ടിക്കാർ കൊടുക്കും. പാതാളത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. അവിടെയും കണ്ടെയ്ൻമെന്റ് സോൺ ആണോ? സെയിം പിച്ച്. പിന്നെ രാഷ്ട്രീയ ഭരണം എങ്ങനെയുണ്ട്? അയ്യോ, രാഷ്ട്രീയക്കാർക്ക് ഇപ്പൊ ഭരിക്കണ്ടല്ലോ. രാഷ്ട്രീയക്കാര്, പോലീസുകാര്, ആരോഗ്യ പ്രവർത്തകര്, ഡോക്ടർമാര് ഇവരൊക്കെ കൊറോണയെ ഓടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടല്ലേ. അയ്യോ, പെട്ടെന്ന് ആ വരുന്ന ടീമിനെ കണ്ടോ? അവര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല. അതെന്താ? ചാനൽ റിപ്പോർട്ടേഴ്സാ. അവരെന്തിനാ നമ്മുടെ പുറകെ ഓടുന്നത്? അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി കൂടിയാണല്ലോ. കേറി 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 പെട്ടെന്ന് കേറി. ഈ ചാനലുകാർ കാണാതിരിക്കാനാണ് കാറ് മാറ്റി ഓട്ടോ ആക്കി. എന്നിട്ടും രക്ഷയില്ല. വളരെ ആകസ്മികമായ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാബലി തമ്പുരാൻ സഞ്ചരിച്ച ഓട്ടോയുടെ ടയർ ഇവിടെ പഞ്ചറായിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മഹാബലി തമ്പുരാനെ കാണാം. ലൈനിൽ തുടരുക. മഹാബലി തമ്പുരാനെ എങ്ങനെ തിരുമേനി നമ്മളെ ഈ സെറ്റപ്പ് ഒക്കെ? പണ്ട് വന്നതുപോലെയൊക്കെ തന്നെ. ഏയ്, അന്നൊക്കെ ഇതിലും നല്ല സൂപ്പർ ആയിരുന്നു. ഇതത്ര പോരാ. എടോ, അതേപോലത്തെ 5 സ്റ്റാർ ഹോട്ടലൊന്നും ഇപ്പൊ കിട്ടാനില്ല. കംപ്ലീറ്റ് കണ്ടെയ്ൻമെന്റ് സോൺ അല്ലേ. ഇത് പണ്ട് എന്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്ത ഒരാളെ വീടാ. നമ്മളൊരു വൈറസ് ആയിട്ടുള്ള യുദ്ധത്തിന്റെ വക്കിലാണല്ലോ. കൊറോണ അല്ലേ? കൊറോണയല്ല തിരുമേനി, അതിനെക്കാട്ടും വലിയ വൈറസ് ആണല്ലോ നമ്മളെ മുടക്കി മോഹനെ. മോനാണെങ്കിൽ മഹാബലിനെ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ സാധനം ഇട്ടിട്ട് വേണം നാളെ പുറത്തിറങ്ങാൻ. ഇതെന്ത് സാധനം? ഇതെന്ന് പറഞ്ഞാൽ PP കിറ്റ്. PP കിറ്റ് നിങ്ങളെ മൊത്തത്തിലായിട്ട് മൂടിയിട്ടുള്ള സാധനമാണിത്. ഇത് മൊത്തത്തിൽ മൂടിക്കഴിഞ്ഞാൽ പ്രജകൾക്ക് നമ്മളെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വന്നത് വെറുതെ വേസ്റ്റ് ആവൂല. അത് നിങ്ങൾ ഫാഷൻ ഷോക്ക് വന്നല്ലോ, നിങ്ങൾക്ക് പ്രജകളെ കാണാം, അതുപോലെ. അപ്പോ എന്റെയൊക്കെ ലുക്ക? എടാ, ഇത് ഇട്ട് കഴിഞ്ഞ ഇതിനെക്കാട്ടും നല്ല ലുക്കാണ് എനക്ക്. അല്ല പിന്നെ. അപ്പൊ ഇത് ഇട്ടുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇട്ട് കഴിഞ്ഞാൽ കൊറോണ അടുക്കൂല. ഞങ്ങൾക്കൊന്നും കൊറോണ വരൂല, ഞങ്ങക്ക് നല്ല പവറാ. എടോ, ഇവിടുത്തെ കുറെ ആൾക്കാർ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വരൂല ഞങ്ങൾക്ക് വരൂല. എന്നിട്ട് ഓരോ ദിവസം കൂടുന്തോറും എണ്ണം കൂടി വരിക. അതുകൊണ്ട് ദയവ് നിങ്ങൾ ഇതിട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും മര്യാദയ്ക്ക് നാട്ടുകാരെ മുന്നിൽ ഇറങ്ങി നടക്കാം, അല്ലെങ്കിലേ ഓടേണ്ടി വരും.
നമ്മൾ ഈ വസ്ത്രം ധരിച്ച് നമ്മളെ പ്രജകളെ കാണാൻ പോകുമ്പോ നമ്മുടെ പ്രജകൾ നമ്മളെ കണ്ട് ഭയന്നോടുകയാണല്ലോ. ആന്നേ, ഒന്നാമത് ഇതെല്ലാം കൂടെ ഇട്ട് പുഴുങ്ങി തിരിഞ്ഞു. പിടിച്ച് കേട്ട് വണ്ടിയൊക്കെ നിനക്ക് പോടാ കേറ പറയണം. നമ്മളെന്തിനാ ഇയാളെ പിടിക്കണത്? വണ്ടിയുടെ ആരാണെങ്കിലും കേൾക്കണം. ടിക്കറ്റുകാരെ ആര് ചാടിപ്പോലും പിടിച്ച് കയറ്റുവാടാ. നിനക്ക് സൂക്കിനുണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കൊഴിയാൻ പറ്റും. നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ കേറോരെന്തോത്ത് ഞങ്ങളെന്തിനു കയറണം? ഞങ്ങള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പിടിച്ചോണ്ടോ നിങ്ങൾ നിന്നോട് ചോദിക്കാം എങ്ങോട്ടാ പോണേത്? രണ്ട് ഭ്രാന്തമാരെ അങ്ങോട്ടാ കൊണ്ടോണോ? അങ്ങോട്ട് പോ ബ്രദറെ, ഇതേതാണ് ഈ സ്ഥലം? ഇത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡിയോ. അങ്ങോട്ടേക്ക് എന്നാ ഒത്തിരി അത്ഭുതങ്ങൾ കാണാം. ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. മോൻ എന്തിനാ കരയുന്നേ? അമ്മ വേഗം വരൂ കേട്ടോ. ഈ മാസം ശമ്പളം കിട്ടിയിടണം, സാധനങ്ങളൊക്കെ ഒന്നിച്ച് മേടിച്ചേക്കാൻ. ഇതിങ്ങനെ പടരല്ലേ. ആര് തല്ലി? ആന്റിയോ? എവിടെ നോക്കട്ടെ. സാരില്ല. മോൻ എന്തിനാ അച്ഛൻ്റെ JCB ഒക്കെ വാങ്ങിച്ച് കളിക്കാൻ നിൽക്കുന്നേ? അമ്മ വരുമ്പോ നല്ലൊരു JCB കൊണ്ടുതരാം കേട്ടോ. നല്ല കറങ്ങുന്നേ. അതുപോലെ മോനെ അമ്മൂമ്മേൻ്റെ അടുത്ത് മാത്രം ഇരുന്നാൽ മതി കേട്ടോ. നല്ല ചോറൊക്കെ ഉണ്ട്. അമ്മ വരുമ്പോഴത്തേക്ക് നല്ല തക്കുട് മുണ്ടനായിട്ടിരിക്കണം. ഒരു ഉമ്മന്നേ, കരയാതൊരു ഉമ്മന്നേ. നോക്കട്ടെ. അമ്മക്ക് ജോലിക്ക് കയറാൻ സമയം കേട്ടോ. കരയില്ലേ? അമ്മ വേഗം വരും. അവൻ ഇത്രയും കാലമൊന്നും എന്നെ കാണാതെ നിന്നിട്ടില്ല. ഭയങ്കര കരച്ചില. രാത്രിയാണെങ്കിൽ ഒന്നും കഴിക്കുന്നുമില്ല. വലിയൊരാശ്വാസം. ഇവിടുന്ന് അസുഖം മാറിപ്പോകുന്ന രോഗികളുടെ അവരുടെ കണ്ണിലുള്ള ഒരു തിളക്കല്ലേ, അത് കാണുമ്പോൾ അതുപോലെ നമുക്ക്. പണ്ടൊക്കെ ഒരു കാര്യമില്ലെങ്കിലും ജനങ്ങൾ ആശുപത്രി പോകുമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒറ്റ എണ്ണം ആശുപത്രി പോകൂല. ഈ മഹാമാരിയുടെ സമയത്തും നമ്മുടെ പ്രജകൾക്ക് ദാരിദ്ര്യം ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ദാരിദ്ര്യമൊന്നുമില്ല തിരുമേനി. ഇപ്പൊ സർക്കാർ റേഷൻ കട വഴി കൃത്യമായിട്ട് ജനങ്ങൾക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നു. ബ്രദർ പറഞ്ഞത് എന്ത് കൃത്യമാണ്. റേഷൻ കടയിൽ പതിവിൽ കൂടുതൽ ജനങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് ജനങ്ങൾ കൃത്യമായ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഉദ്യോഗസ്ഥർ ചെയ്തത് സമ്മതിച്ച്, പ്രജകൾ ചെയ്യുന്ന കണ്ട. തിരുമേനി തിരുമേനി തിരുമേനിക്ക് എന്താ ഇത്ര ദേഷ്യം? ആര് ഭരിക്കുന്നു എങ്ങനെ ഭരിക്കുന്നു എന്നല്ല, ഇവിടെ കുറെ നിയമ സംവിധാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം. ഈ മലയാളികൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല, അഹങ്കാരികൾ.
എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അതേ ചെയ്യൂ. തിരുമേനി അങ്ങനെ എല്ലാരെയും അടച്ചാക്ഷേപിക്കണ്ട. പറഞ്ഞ അനുസരിക്കുന്ന നല്ല മിടുക്കന്മാരും ഉണ്ട്. എവിടെ? ദേ നോക്കിയേ. കൊള്ളാം. എനിക്ക് പെട്ടെന്ന് കാര്യത് വന്നോ? ഞാൻ വിചാരിച്ച് കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് ഞങ്ങളെ പറ്റിക്കുമെന്ന്. ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്ത് നിനക്ക് ഈ മദ്യപാനം ഒന്നും നടത്തിക്കില്ല. ഞങ്ങൾ കുടിയന്മാരിലാണെങ്കിൽ അറിയാമായിരുന്നു. ഈ കേരളത്തിന്റെ സാമ്പത്തിക ശേഷി പാടെ 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 തകർന്ന് പൊടിഞ്ഞു പോയെന്ന് അറിയൂ. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി സ്വയം കുടിച്ച് നശിക്കുന്ന ചാവേറുകളാണ്, ചാവേറുകൾ അറിയൂ. ബോലോ ഭാരത് മാതാ കീ ജയ്. എന്റെ പൊന്നു മാതാവേ, മാതാവല്ലോ മാവേലി, ഒരു ജയ്യൊക്കെ ഒന്ന് വിളി. ഈ അംബാനി എന്ന് പറയുന്ന മിസ്റ്റർ ഉണ്ടല്ലോ, അയാൾ അടയ്ക്കുന്നേക്കാൾ നികുതി കൂടുതൽ ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ അടയ്ക്കും. പിന്നെ ഒരേ ഒരു വ്യത്യാസം മാത്രം, അയാൾക്ക് കോട്ട് ഞങ്ങൾക്ക് കൈക്കോട്ട്. എടാ, നീ മദ്യപാനമൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോ. ജോലിക്ക് ഞാൻ ദിവസം പണിക്ക് പോകുന്നതിന് ഇവിടെ ജോലിയില്ല. പിന്നെ അന്ന് ഒരിക്കലും പണിക്ക് പോകാത്ത എനിക്ക് ജോലി. ചേട്ടാ, അപ്പൊ ചേട്ടൻ എന്തായാലും ബിസിനസ് ചെയ്തൂടെ? ബിസിനസ് വിലകുണ്ടോ? ഇവിടുത്തെ നമ്പർ 1 ബിസിനസ്മാൻ ആയിരുന്നു. 2 ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിൽക്കുന്ന നിലകുണ്ടോ? അതിനെന്താ, ആള് നല്ല അന്തസ്സായിട്ടാണല്ലോ അവിടെ നിൽക്കണേ. വാ കാണിച്ചു തരാം. അന്തസ് അന്തസ്സായിട്ട് അവിടെ നിന്നിട്ട് കാറി ചാരി നിന്നിട്ട് കാറ്റ് കൊള്ളുമല്ല. കണ്ടോ? ഇതെന്താ ഇങ്ങനെ? ഇതെന്താ ഇങ്ങനെയെന്നോ? മാള് 2ഉം പൂട്ടി. ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ? നോക്ക്, ഡൈ അടിക്കാൻ പോലും പൈസ ഇല്ല. കേരളത്തിലെ സ്ഥിരം കാഴ്ചയപ്പോ ഇത്. ബിരിയാണി വേണോ? ബിരിയാണി വേണം സാർ. എത്ര രൂപ ഇതിന്? 60 രൂപ. 60 രൂപ. 30 രൂപയ്ക്ക് ഒരെണ്ണം തരുമോ? 30 രൂപയ്ക്കൊന്നും ബിരിയാണി പൊടി. എന്തിനു മനുഷ്യനുള്ള ഇത്? മൊബൈൽ കമ്പനിയാണ്. ഒരു 60 രൂപ എടുക്കാനുള്ളൂ. ഇല്ല, പൈസയായിട്ടില്ല. വേണേ കുറച്ച് സ്വർണം തരാം ഞാൻ. അയ്യോ പൊന്നെ, സ്വർണം വേണ്ടായേ. പട്ടിണി കിടന്ന് അത്താലും വേണ്ടില്ല, ജയിലിൽ കിടന്ന് അടിയെണ്ണാൻ വയ്യ. ഓരോരുത്തർ അനുഭവിച്ചോണ്ടിരിക്കും. എന്റെ പൊന്നെ, സ്വർണം വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ആണോ? ബ്രദറിന് മാത്രമല്ല, എനിക്കും നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും പോയി വല്ലതും കഴിച്ചാലോ? അടിപൊളി. ഇവിടുന്ന് വലിയ ശരി ശരി. അപ്പൊ എല്ലാം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എന്തൊക്കെയായാലും 10 ദിവസം നാം ഇവിടെ വന്നു നമ്മുടെ പ്രജകളെ കണ്ടിട്ടേ നാം തിരിച്ചു മടങ്ങും. അത് നാം കണാരേട്ടനപ്പെടുത്തേക്കുന്ന വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. സത്യം പറഞ്ഞ എനിക്ക് വിശക്കണം. എന്നാ പിന്നെ നമ്മുടെ കന്നി വീട് അത് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. വീടടഞ്ഞു കിടന്നാലും അടുക്കളയിൽ നിന്ന് നല്ല മണം പറഞ്ഞുണ്ട്. നമ്മൾ വരുന്നവർ നേരത്തെ അറിഞ്ഞാണ് കേട്ടോ. ഹലോ, പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ കാര്യമൊന്നും പറയാത്തതല്ലേ, ഫുൾ കോമഡിയാ. സാറ് ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് തന്നെയാ. എന്തോ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. കൊച്ചമ്മയോ, അവരൊരു പണി എടുക്കില്ലാന്ന്. എന്നാലും അവർ ഈ വയസ്സാം കാലത്ത് ഓൺലൈനിൽ ഡാൻസ് പഠിച്ചിട്ട് എന്താ കാര്യം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഇങ്ങനെ പോയാൽ അവൻ്റെ കണ്ണ് മിക്കവാറും അടിച്ചു പോകും. മോള് പിന്നെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലാ. നീ എന്താ രാവിലെ വിളിക്കാന്ന് പറഞ്ഞ് വിളിക്കാഞ്ഞേ? ഞാൻ എത്ര വെയിറ്റ് ചെയ്തെന്നറിയോ? ഏതോ ലൈൻ ഓൺ ആയിണ്ടെന്നാ തോന്നുന്നേ. അയ്യോ, എന്റെ ചിക്കൻ സംക്രാന്തി. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവൂല. ചേച്ചിയുടെ റെഡിയായില്ല. വയറു നിറച്ചുണ്ടണോന്നല്ലേ പറഞ്ഞത്? നല്ല വിശപ്പുണ്ടാവുമല്ലേ? കരിഞ്ഞതാണെങ്കിൽ ഇച്ചിരി കഴിക്കാം. അടുക്കളയെ നോക്കിക്കണ്ട, വാ വീട്ടുകാരനെ വിളിക്കാം. നാം മഹാബലി ചക്രവർത്തി. ആരായാലും കുഴപ്പമില്ല. വൈകിട്ട് 5-നും 5:30ക്കും ഓൺലൈനിൽ വന്നാൽ എന്നെ കാണാം. തൂശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച. നിർത്ത് തിരുമേനി, ഈ സമയത്താണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടണേ. വിശന്നിട്ടാണ് തല കറങ്ങണേ.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഓണം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന്റെ യാതൊരു അനക്കവും ഇല്ലല്ലോ എവിടെയെങ്കിലും? ഏയ് പിണങ്ങല്ലേ, പ്രതീക്ഷയ്ക്കൊരു വക കാണണം. എന്തേ തിരുമേനി കണ്ടിട്ടൊരു ക്ഷയിക്കാത്ത തറവാടാണെന്ന് തോന്നുന്നു. പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നല്ല സദ്യ ആയിരിക്കും അല്ലേ? ബ്രദറിന് എപ്പോഴും ഈ ചിന്തയുള്ളല്ലേ? തിരുമേനിക്ക് വിശപ്പൊന്നും ഇല്ലേ? കുട്ടികളുടെ ചിരിയും കളിയും ഒക്കെ കേൾക്കണം. എന്തായാലും ആഘോഷമായിരിക്കും ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പൂക്കളമായിരിക്കും നമ്മളെ കാത്തിരിക്കായിരിക്കും. അവരിടുന്ന പൂക്കളം കാണാൻ എന്ത് രസമല്ലേ? എത്ര കാലം ഇതൊക്കെ കണ്ടിട്ട്. സംശയിക്കണ്ട, നമ്മുടെ തന്നെ. ഏതില്ലത്തും കാണും ഇതുപോലൊരു തമ്പുരാൻ. മാവേലി തമ്പുരാനും അനുയായിക്കും ഈ ദത്താത്രേയ എന്ന മൂവരുടെ ഇല്ലത്തേക്ക് സ്വാഗതം. എത്ര എത്ര ദത്താത്രേയൻ വരിക. കാലല്ല, കൈ നീട്ടുക. രണ്ട് കൈ നീട്ടിക്കോളൂ. എന്താ ഇത്? അണനശീകരണ ശുചിത്വ തീർത്ഥം എന്ന് വെച്ചാ സാനിറ്റൈസർ തന്നെ. നമുക്ക് സന്തോഷമായി. ഈ കാലത്തും മലയാള തനിമയുള്ള എല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. പാരമ്പര്യം പാശ്ചാത്യത്തിന് അടിമപ്പെടുത്താൻ പറ്റുമോ? നോക്കി ഇപ്പടണം അതിന്. അല്ല, ദത്തുപുത്രൻ തിരുമേനി. ദത്തുപുത്രനല്ല, ദത്താത്രേയൻ തിരുമേനി. എന്നാ ദത്രൻ തിരുമേനി. ശ്രമിക്കണ്ട, നടക്കില്ല. എന്താ? നോം തന്നെ കുറെ കാലെടുത്തിട്ടാണ് നോമിന്റെ പേര് പറയാൻ പഠിച്ചതേ. തറവാട്ടുകാരനവർ ചെയ്ത പണിയാ ഈ നാമകരണം. ഇത്രയും വലിയ ഇല്ലാവുമ്പോ ഭക്ഷണ രീതികളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? നല്ല പാളയംകൂടം വാഴയുടെ തൂശലിലെടുത്ത് നല്ല വടക്കമ്പുളിയുടെ ഇഞ്ചമ്പുളിയും നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും വടുകപ്പുളി അച്ചാറും ഓലനും തോരനും കിച്ചടിയും പച്ചടിയും ഒക്കെ ഇട്ട് അതിലേക്ക് തുമ്പപ്പൂ പോലെയുള്ള ചോറ് വിളമ്പിയിട്ട് നല്ല ചൂടൻ സാമ്പാറിലൊഴിച്ച് 2 പപ്പടം പൊടിച്ചിട്ട് അതിങ്ങനെ തിന്ന് കഴിച്ച് കഴിയുമ്പോൾ 4 കൂട്ടം പായസം റെഡിയാവും. ആ പായസം കഴിച്ച് കഴിയുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. തിരുമേനി, ഊണ് കാലായിരിക്കണു. ധൃതി വേണ്ട, ഞങ്ങൾ ഇച്ചിരി കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടെ. അന്തർജനത്തെ മുഷിപ്പിക്കണ്ട. ഊണ് കഴിഞ്ഞിട്ട് പോരെ വിശേഷങ്ങളൊക്കെ? ഏയ്, ഊണ് കഴിഞ്ഞാൽ നോമിനൊന്നും മയങ്ങണം. മയങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ആണോ? എന്താ തിരുമേനിയുടെ അഭിപ്രായം? എന്നാ പിന്നെ ഊണ് കഴിച്ചിട്ടാവാല്ലേ? ആദ്യം അന്നദാതാവിനെ പ്രാർത്ഥിക്കുക. ഭക്ഷണത്തിന് ശേഷം പോരെ പ്രാർത്ഥന? ആദ്യം അന്നദാതാവിനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വല്ലോ നടക്കുവോ? എനിക്ക് കഴിച്ചോളാം. കഴിക്കാൻ പറ്റേ? ആദ്യം ഇഞ്ചിയാണ് ആദ്യം നോക്കേണ്ടതല്ലോ. ഇഞ്ചി എടുത്ത് കഴിച്ചു നോക്കുക. ഇഞ്ചി എടുത്ത് നോക്കിയേ. ഇവിടെ എടുത്തോ. ഇഞ്ചി അത് കഴിഞ്ഞിട്ട് പരിപ്പാണ് ടേസ്റ്റ് ചെയ്തത്. ഹലോ, ഇത് കഴിഞ്ഞിട്ട് അതിന് കൂട്ടുകലെടുത്തേ. എന്താ ഇതാളാക്കണ്ടേ? ഉണ്ടല്ലോ പഴവും പപ്പടവും അവിടെ ഇട്ടോ. ഇപ്പൊ അതല്ല, എന്താ അതാന്ന് പറയൂ. കഴിക്കേണ്ടത് തിന്നോ. പച്ചടി വെച്ചിട്ടുണ്ടല്ലോ. അതല്ല, ആദ്യം ഇത് കഴിക്കൂ. അതില് കഴിക്കൂ. എന്നാ അതില് കഴിക്കൂ. കഴിച്ചോളൂ. എന്നിട്ട് ചോറ് കഴിക്കാം. ചോറ് കഴിക്കാൻ പറ്റേ? പറഞ്ഞു വരാന്ന് പറഞ്ഞില്ലേ? പഴവും പപ്പടം ലാസ്റ്റാ കഴിക്കണ്ടേ കേട്ടോ. എന്തേ കാണിക്കണേ? ഞാൻ കഴിക്കൂ. കുറച്ച് ടൈമേ കിട്ടുള്ളൂ. പെട്ടെന്ന് കീച്ചിക്കോ. നല്ല അസല് ഭക്ഷണം. എന്റെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞിരിക്കണു അല്ലേ? ഗംഭീരമായ ഭക്ഷണം ഉണ്ടാക്കിയത് ആരാ? സഖി. ഈ സഖിയാണോ? ഇത് നോമിന്റെ സഖി.
ഞാൻ പറഞ്ഞത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം കൊണ്ടുതരുന്ന സഖി. അപ്പൊ ഈ സദ്യ ഓൺലൈനായിരുന്നോ? പിന്നല്ലാണ്ട് ഇവിടെ പച്ചക്കറി നാരങ്ങച്ചാറ് പായസം ഉണ്ടാക്കാനൊക്കെ ആർക്കാ തരും? ഇവള് ഫുൾ ടൈം മൊബൈലല്ലേ? മൊബൈൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ? എല്ലാവരും ചിരിച്ചേ. ഞാൻ അത്യാവശ്യമായിട്ട് കൊയിലാണ്ടി വരുമെന്ന് വന്ന എന്റെ പെങ്ങടെ മോനൊരുത്തനില്ലേ, അവന്റെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പൊ എന്താ ഈ മൊബൈലിനകത്ത് എന്തൊരു സാധനം ഉണ്ടല്ലോ, എന്താ പേര്? ടിക്ടോക്ക്. അത് തന്നെ, ടിക്ടോക്ക്. അതിൽ കൂടെ പരിചയപ്പെട്ടതാ. ചൂര് കല്യാണത്തിന് പോകുമ്പോഴാണ് ചൂരയുടെ കാര്യം പറയുന്നത്. അതങ്ങനെ അയച്ചിട്ട് അവിടെ അങ്ങനെ മാറ്റി വെക്ക്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഓടി എത്തേണ്ടടാ ഈ കാര്യങ്ങൾ. എല്ലായിടത്തും ഞാൻ തന്നെ വേണ്ടേ? അവന്റെ അമ്മാവനല്ലേ ഞാൻ സ്റ്റഡി ആയിട്ട് നിൽക്കണ്ടേ? എവിടെ തള്ളി കയറുക? കാർന്നോമ്പരാണ് ആദ്യം കയറേണ്ടത്. കുരങ്ങന്മാരാണെങ്കിൽ നീ കൂടെ പാടാ. എന്നെ മണ്ടലാടാവേ. എന്ത് പറഞ്ഞേ തന്നെ അങ്ങോട്ടൊക്കെ ഇരിക്ക. ചെകള് വിളിച്ചു നോക്കണം, എന്നാലും എത്ര ദിവസം പഴക്കമുണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അമ്മാവന്റെ അത്രയും പഴക്കില്ല. ഇത് ചെക്കനുള്ളതാ. എന്നാന്നറിയോ, ഈ സാധനം എനിക്ക് എവിടെ ചെന്നാലും ഇങ്ങോട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഇതാരാ ഇത്? ഓ, നമ്മളോ? അച്ഛനാ. ഓ, നല്ല ഒച്ച കേട്ടോ. ഇത് പിടിച്ചേ. പെണ്ണിന്റെ തന്തയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഇല്ല. അല്ല, ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടിയിലൂടെ എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. ചുമ്മാതല്ല ആ പെണ്ണെ നിനക്ക് തന്നത്. അമ്മാവൻ എന്നെ ഈ മീൻ മാർക്കറ്റിലാണ് ഈ മുണ്ട കഴിച്ചിട്ട്. കെട്ടാൻ മോണിന്റെ മാമന്റെ മോനെയാ. 1.5 കൊല്ലായിട്ട് ഞാൻ മുടക്കി കൊടുക്കുന്ന കല്യാണം. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ക്വാറന്റൈനിലായി പോയി. അതാണ് ഈ കാര്യം സ്കോർ ചെയ്തായത്. ഇനിയിപ്പോ ഞാൻ തിരിച്ചു വന്ന് സ്ഥിതിക്ക് ഞാൻ തന്നെ കിട്ടിയാലോ? ഇടത്തെണ്ണി കഴിഞ്ഞ 1.5 കൊല്ലായിട്ട് താരം മുടക്കണമെന്ന് അന്വേഷിച്ച് കിടക്കുമായിരുന്നു ഞാൻ. ഇപ്പൊ എല്ലാം ഒരു വിധത്തിൽ സെറ്റാക്കി കൊണ്ടുവന്നേക്കുക. ഇനി മുടക്കാൻ നോക്കിയാണ്ടല്ലോ ഇടിച്ചതിന്റെ ഗോട്ടി ഞാൻ കലക്കും കേട്ടോ. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണ ചെക്കനെ മുണ്ടും ഷർട്ട് ഇട്ട സ്ഥിതിക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പരിസരത്തൊക്കെ കാണും. ഇങ്ങോട്ട് ഒന്നിക്കണേ, ഞാൻ ഡൗട്ട് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. എന്നായിരുന്നു ചെറുക്കനായിട്ട് സംസാരിച്ച് സ്വകാര്യമായിട്ട്? അതെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ. ഫസ്റ്റ് നൈറ്റിന്റെ കുറച്ച് ഡൗട്ട് തീർത്തു കൊടുത്താ. അതിനെ കുറിച്ച് അറിയാമോ? പിന്നെ എനിക്കും അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞാണ്, പക്ഷെ അങ്ങോട്ട് മൊത്തമായിട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അറിയോ? പിന്നെ ഇനി വധുവിനെ വിളിക്കാം. മധു അല്ല, വധു. ഈ ചെറുക്കിന് 1.5 വർഷമായിട്ട് പെണ്ണെ കെട്ടോന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഭയങ്കര മുടക്കുകളാണ് എല്ലാ കാര്യത്തിനും. ഇതിൻ്റെ അകത്ത് ഏതോ ഒരു തെണ്ടി നാറി പട്ടി കയറി നിന്ന് മുടക്കുന്നുണ്ട് സംഭവം. അതെന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഈ പെണ്ണിന്റെ ഒരു അമ്മാവുണ്ടല്ലോ, ഒരു കറുത്ത കുറുതൊട്ടവരുത്തനോ? കറുത്തവരുത്തൻ. അയാളെ മോനെ കൊണ്ട് ഈ പെണ്ണിന് കെട്ടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അയാളാണ് ഈ മുടക്കിന്. എനിക്കത് വന്നപ്പോഴേ ഫീൽ ചെയ്താണ് കേട്ടോ. ഞാനും വന്നപ്പോ ഒരു സീറ്റാ ഇങ്ങോട്ട് കയറി ചെയ്ത്. അപ്പം ഒന്നും കൂടി വരസാനുള്ള ഒരു എനർജി അല്ല എനിക്കേ. അല്ല അയ്യോ, ഹലോ 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 ഹലോ, എന്താ ഇവിടെ ചന്തയോ? ഗവൺമെന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകളായിട്ട് കല്യാണം നടത്തുന്നത് കംപ്ലൈന്റ് എല്ലാവരും എനിക്കാണ് കല്യാണം നടക്കൂല. കൂടുതലാണ് കല്യാണം നടക്കത്തില്ല.
നിർത്തേ സാറേ എണ്ണു സാറേ എണ്ണു സാറേ 22 ആൾക്കാരുണ്ട്. അയ്യോ നടക്കില്ല നടക്കില്ല, 2 ആൾക്കാർ എന്തായാലും പുറത്തേക്ക് പോകണം. രണ്ടുപേരും ഇവിടെ നിന്ന് കെട്ടിയെടുത്താൽ കെട്ടി നടക്കും. അത് നിങ്ങൾ ആരാച്ചാ തീരുമാനിച്ചോളി. പെണ്ണിന്റെ കൂടെ ചെക്കന്റെ കൂടെ ആരാച്ചാലും പെട്ടെന്ന് ഞങ്ങൾ 10 പേര് കറക്റ്റാ. ഞങ്ങളിപ്പം 12 പേരുണ്ട്. അന്ന് 2 പേര് നിങ്ങൾ അധികമാണ്. അതെങ്ങനെ മാറ്റാൻ പറ്റും? 2 പേര് ഇതുവരെ കോഴിക്കോട് കണ്ടിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടി 2 പേരെ കൊണ്ട് കോഴിക്കോട് ചുറ്റി നടക്കട്ടെ അവര്. മോഹനൻ സാറേ 2 പേരല്ലേ കൂടുതലുള്ളൂ, നമ്മൾ ക്ഷമിച്ചാലും. എന്ത് കാര്യത്തിന് നമ്മളിപ്പോ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരാക്കേണ്ടി വരും. നിങ്ങൾ വകയിലെ അമ്മാവനല്ലേ ഉള്ളൂ, ഞാൻ റിയൽ അമ്മാവനാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വേണം. പിന്നെ ഞാൻ മാറാൻ തീരുമാനിച്ചില്ല. അതിനാ നീ മാറാത്ത തന്നെ? അതങ്ങനെയാണ്. അതെങ്ങനെയാണ് തന്നെയാ. എടാ ഞാൻ വന്നപ്പോ തൊട്ട് നിന്നെ ഉന്നയിട്ട് നടക്കുന്നതാണ് കേട്ടോ. മനസ്സിലായി? അടി തുടങ്ങി. അടുത്ത വിട്ട് തീരുമാനം ഒന്നും മുമ്പാകേണ്ട കേസല്ലല്ലോ. നിങ്ങളെല്ലാരും പെട്ട് മക്കളെ. ഇതാരാ? ഇതാണ് കോട്ടീശ്വര. ഇത് ക്വാറന്റൈൻ ചാടിയതാ. നിങ്ങൾ എല്ലാവരും വണ്ടി കയറി എല്ലാവരും കൂടെ ക്വാറന്റൈൻ പോകും. വരി 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 വരി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാടിന്റെ ഗതി ഇതെന്താവും? ഇപ്പോഴത്തെ തലമുറ. അയ്യോ മാവേലി, അനുഗ്രഹിക്കണം തമ്പുരാനെ. പറ്റിയ ആളെ കിട്ടിയത്. ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. ഞങ്ങളിപ്പോ മാറിയിട്ടോട്ടെ. കിട്ടും. ഓക്കെ തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പുറകെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. പോട്ടെ. താങ്ക് യു. എന്താണൊന്നും മനസ്സിലായില്ല. ഇതാണ് ഓടിച്ചിട്ട കല്യാണം. വരണ അടുത്ത അവതാരം ഇതെന്താണ്? ഹലോ കൂട്ടുകാരെ, കേരളത്തിലെ കല്യാണം മാത്രമല്ല, നാടകം, ബാലെ, മിമിക്രി, ഗാനമേള എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവ എവിടുന്ന് രക്ഷപ്പെട്ടു ഓടുക എന്നെ പോലെയല്ലേ? അപ്പം തന്നെ നടക്കട്ടെ. ഓ പരിപാടിക്കാരുടെ കാര്യമൊക്കെ കഷ്ടാണല്ലേ? മൊത്തത്തിൽ കഷ്ടമാ. വിനായക, അടുത്ത വർഷം അമ്പലത്തിലെ പരിപാടിക്ക് കംപ്ലീറ്റ് പരിപാടിയും നാടകവും മിമിക്രിയും ഗാനമേളയും എല്ലാം തോന്നും സഹായിക്കുന്ന ദൈവമേ ഈശ്വര തരണം. കഷ്ടപ്പാടുകൊണ്ട് പറയാം കേട്ടോ. കർത്താവേ, അടുത്ത പള്ളിപ്പെരുന്നാളിന് ഇഷ്ടംപോലെ പരിപാടി പെരുന്നാളിന് ഞങ്ങൾക്ക് തരണേ. പിന്നെ ഇവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പരിപാടിയും തരാനില്ല. പിന്നെ ഒരു കാര്യം, ഈ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റണം. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഒന്ന് ഞങ്ങളെ സഹായിക്കണേ അള്ളാഹുവേ. പറയുന്നതുകൊണ്ട് രണ്ടുപേരും ഒന്നും വിചാരിച്ചേക്കരുത്. ഈ 2-3 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ എന്നാ നടക്കുന്നത്? പ്രളയം, നിപ്പ, മറ്റത് മറിച്ചത്, കച്ചറ, പിച്ചറ. ഇപ്പം കലാപരിപാടിക്കൊരു തീരുമാനമായി. ഇപ്പൊ പഴച്ച ഒരു കൊറോണ അല്ലേ ഏട്ടാ? ബ്രദറെ, കൊറോണ എന്ത് സംഭവമായിക്കോട്ടെ, ഇത് വന്ന് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോയില്ല കാര്യം. ഇപ്പം കലാകാരന്മാരുടെ കാര്യം വല്ലാത്ത അവസ്ഥയാണല്ലേ? ഭയങ്കര അവസ്ഥ, ഭയങ്കര ഉല്ലാതെ പറയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ കലാകാരന്മാർക്ക്.
കലാകാരന്മാർക്ക് ഒരു പരിപാടി അറിയാൻ പാടില്ല, പക്ഷെ എല്ലാ പരിപാടിയും ചെയ്യും. ഇപ്പൊ എന്നെ തന്നെ കണ്ടുപിടിക്കും. എനിക്ക് ഒരു പരിപാടി അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? എഴുന്നേക്കാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യുന്നു? നമുക്ക് നാട് ചുറ്റാൻ പോണ്ടേ? നാളെ ഞാൻ ചുറ്റി കാണിച്ചു തരാം. എഴുന്നേക്ക്, എണീറ്റേ, എല്ലാം ഞാൻ കാണിച്ചു തരാം. സാനിറ്റൈസർ ഇതണ്ട, നല്ല പച്ചക്കന്നരി, പിന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, പിന്നെ പയറ്, പാവല്, ഈ ബീൻസൊക്കെ ടെറസിന്റെ മുകളിൽ. സന്തോഷം, നമ്മുടെ പ്രജകളൊക്കെ വീണ്ടും കൃഷിയിലേക്ക് മടങ്ങി വന്നു. പക്ഷേ പറയാതിരിക്കാൻ തരവില്ല, ഈ വൈറസ് കൊണ്ട് ഒരു ഗുണമുണ്ടായി. എന്താണ്? നല്ല പച്ചക്കറി, വിഷം അടിക്കാത്ത പച്ചക്കറി വീട്ടിലെങ്ങനെ വെച്ചു പിടിപ്പിക്കാം എന്ന് മനുഷ്യനൊരു ബോധം ഉണ്ടായി. ഈ അടിക്കുന്നത് വിഷമല്ലേ? അപ്പോ ഇതാ, ഇത് വിഷമല്ല, ഇത് പല ഇലകളുടെ ചാറുകളുണ്ടാക്കിയ കീടനാശിനിയാ. ഇങ്ങനെയും കീടനാശിനി ഉണ്ടാക്കാം. അല്ല, കൂടെ ഒരു കീടം നടക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് അടിച്ചതാ. അപ്പൊ എല്ലാ ദിവസവും വീട്ടിൽ നല്ല പച്ചക്കറി ആയിരിക്കും അല്ലേ? അല്ല, ഇന്നലെ മീൻകറി ആയിരുന്നു, ഇന്ന് നാളെ ഇറച്ചി കൊളത്തി വരട്ടിയതാ. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ സസ്യബുക്കായിരിക്കും. സസ്യബുക്കല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് കാണിക്കാനുള്ള ഒരു നമ്പറല്ലേ? ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഇതൊക്കെ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല എൻ്റെ ബിസിനസ്. ഇതാ കാണിച്ചു തരാം. പിന്നെ മുമ്പിൽ കയറി നടക്കുന്നുണ്ട്, ഒന്നും വിചാരിച്ചേക്കരുത്. നിങ്ങൾക്ക് വഴിയറിയാൻ പാടില്ലല്ലോ. ശരി തിരുവല്ല സാർ, വാ 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 വാ. ഇയാൾ ഈ ബിസിനസ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം? ഇതുണ്ടോ, ഇതെൻ്റെ സ്വന്തം കുളമാണ്. ഞാൻ സ്വന്തം കുത്തി കുളമാക്കിയ കുളമായത്. ഇതിനകത്ത് മീനുണ്ടോ ചേട്ടാ? ഇല്ല, ഇതിനകത്ത് കുറച്ച് ലവ് ബേഡ്സും കുറച്ച് വവ്വാലും മുട്ടയിട്ട് അടയിരിക്കുക. ഇത് എവിടെ നിന്ന് കിട്ടിയ കരിമീനെ? എന്താണോ ഇത്? ഞാൻ മീനുണ്ടോ? മീനില്ലാതെ കഴിഞ്ഞ ആഴ്ച 2 ലോഡ് ചാളയും 2 ലോഡ് അയലയല്ലേ കയറിപ്പോയി. ചാള അതിലേക്ക് കടൽ. പിന്നെ 2 ലോഡ് ചൂര ഇപ്പൊ തരമായിട്ട് കിടക്കുക. അതിനെ പിടിക്കാതെ എനിക്ക് ഒരു മനസ്സമാനമില്ലല്ലോ. പിടിക്കണം, അതിനെ പിടിക്കണം. അപ്പൊ ഈ മീനിന് നമ്മൾ തീറ്റി കൊടുക്കണ്ട. ഒരു 12:30 മണിയാകുമ്പോഴത്തേക്കും അതിലൂടെ ഇങ്ങനെ മീനിടയും കയറി വരും. ഇതേ ഇരിക്കുന്ന സാനിറ്റൈസറിൽ പോയി പാലും ചെറുതൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾ നിരന്നിരിക്കും. എൻ്റെ തിരുവേനി, ഈ അരി വാരി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തല്ലേ ഇതിനെ വളർത്തുന്നേ. ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഇതങ്ങ് തിന്നല്ല വലുതായി കൂന്തളിക്കും. അപ്പോൾ കൂന്തളിക്കുമ്പോൾ കൊളകൊളാന്നുള്ള കേൾക്കും. അതാ പിടിക്കാനുള്ള പരുവം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഇപ്പം ചേട്ടാ ബിബരയിൽ 400 250 ഭയങ്കര ചേട്ടാ ഞാൻ തമാശ പറഞ്ഞല്ലേ, ചൂടാണ്. ഓ, തനിക്ക് മദ്യക്കച്ചവടം ഉണ്ടല്ലേ? ആഗ്രഹിച്ചിട്ടല്ല, ചെറിയ സാമൂഹിക സേവനം. ഇതാണ് സാമൂഹിക സേവനം. ഈ നാട്ടിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഒരു സാമൂഹിക പോലും പാലിക്കാതെ ഈ ബീവറേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കി ഈ സാധനം മേടിച്ച് അവിടെ കൊറോണ വരുത്തി ആര് സമ്മാനം പറയും? ഞങ്ങൾ കണ്ടതാണല്ലോ, എല്ലാ സ്ഥലത്തും സാമൂഹിക അകലമുണ്ട്. എവിടെ? സ്ഥലത്തോ? അത് വേറെ വല്ല സ്ഥലത്തോ ആയിരിക്കും. ഞാൻ സ്വന്തമായിട്ട് സാമൂഹിക വില പാലിച്ച് മാന്യമായിട്ട് സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നു. ചോദിക്കുന്നവർക്ക് കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ സാമൂഹിക വില പാലിച്ച് ഓരോ വിട്ടു കൊടുക്കുന്നു. ഇപ്പൊ കൊടുത്താണ്ടില്ലേ? പറയണ കേട്ടെ. പിന്നെ വേണ്ടാട്ടാ, അന്ന് അവിടെ നിൽക്കണ്ട, വീട്ടിലോട്ട് പോവാം. പോട്ടെ. നല്ല ചൂടുണ്ടല്ലേ? ഫാനുണ്ടായിരുന്നു, പക്ഷെ കറണ്ടില്ല. എടോ, താനീ കാണിക്കുന്നത് ശരിയല്ല. മദ്യം വിൽക്കുന്നത് തെറ്റാണ്, അത് കുടിക്കുന്നത് പാപമാണ്. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഞാൻ കൂട്ടിക്കില്ല. തിരുമേനിക്ക് എന്തെങ്കിലും അറിയോ? തിരുമേനി മനുഷ്യന് ജീവിക്കണ്ടേ, എന്തെങ്കിലും തിന്നണ്ടേ, ആരും സഹായിക്കാൻ വേണ്ടേ? ഇനി ആരും സഹായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല മനുഷ്യരെയൊക്കെ ദൈവം കൂടെ മുകളിലേക്ക് വിളിച്ചോണ്ട് പോകല്ലേ? അല്ല, ഞാൻ ആരോടായി പറയണം? തിരുമേനി ഒരു കുറച്ച് വർഷം മുമ്പ് ചവിട്ടി തത്തിയല്ലേ? കലാകാരന്മാരെ മാത്രമല്ല, പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു. അറിയോ? മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിലും ആ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ.
പ്രിയപ്പെട്ട സന്തത സഹചാരികളെ, ഡിയർ കോമ്രേഡ്സ്, പണ്ട് ക്യൂബയും ചൈനയും പോളണ്ടും നേരിട്ട അതേ പ്രശ്നമാണ് നമ്മളിപ്പോൾ പേരിടുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻക്രോച്ച് അഥവാ ക്രീപ്പ് എന്ന് വെച്ചാൽ നുഴഞ്ഞു കയറ്റം. ലോകത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് സോഷ്യലിസം, കൊളോണിയലിസം, ഇപ്പൊ കൊറോണിസം. ഈ കൊറോണിസത്തിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ? ഈ കൊറോണിസത്തിൽ നമ്മൾ രക്ഷപ്പെടുത്താതെ സമൂഹ വ്യാപനം നടത്തുന്ന ആരാണ്? നിങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ല പറഞ്ഞത്. ഇടോ മഹാബലി, മഹാമാരി എന്ന പ്രഹേളികയാൽ അടിസ്ഥാന വർഗം പാർശ്വവൽക്കരിക്കപ്പെടുകയും കുത്തക ഭൂഷാസികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കാക്കം കൂട്ടുകയും പ്രഥമ ലക്ഷ്യ സാമ്പത്തിക ഞെരുക്കത്തിന് കോട്ടം തട്ടുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പോക്ക് അപകടത്തിലേക്കല്ലേ? അല്ലേ? മനസ്സിലായില്ല. കേരളം ഭരിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന മഹാബലി തിരുമേനി അതിഥി തൊഴിലാളികളുടെ പാസ് കൈപ്പറ്റിട്ട് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി. അല്ല മോനേട്ടൻ അതെങ്ങനെ കണ്ട്? ഇടോ മൂപ്പര് നുഴഞ്ഞു കയറുന്നുണ്ട് അറിയപ്പെട്ട് ഞാൻ മൂപ്പരെ പറഞ്ഞ നുഴഞ്ഞു കയറിയില്ലേ? അതൊക്കെ പുറത്ത് പറഞ്ഞാ നിങ്ങളെയും പിടിച്ച് ക്വാറന്റൈനിലാക്കൂലേ? പുറത്തല്ല പറയുന്നത്, അകത്തല്ലേ പറയണത്. അതെ, അകത്തുള്ളതൊന്നും പുറത്തു പോകാൻ പാടില്ല. മോനേട്ടാ നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാം. വാമന സ്വഭാവന ഒന്നും കൂടി വരുത്തുക. ഇടോ അന്നപ്പോ ഉള്ള കീടങ്ങളാണ് ഈ പാർട്ടിക്ക് ശാപം. ഇടോ വാമൻ എന്ന് പറയുമ്പോ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ഒരു കുത്തക ഭൂഷല്ലേ? എന്തൊക്കെയാണെങ്കിലും മാവേലി നമ്മൾ പിടിക്കണം. മാവേലിന്റെ വീക്ക്നെസ് കേൾപ്പിച്ചാലോ? അല്ല അതിൽ കാര്യമുണ്ട്. ഇയാള് കുറെ കാലം പാതാളത്തില്ലല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ മോനെ ഭാര്യ വിചാരിച്ചാൽ നടക്കും. എന്താ മനസ്സിലാക്കി? അതല്ല ഉദ്ദേശിച്ചത്. മോഹേട്ടന്റെ ഭാര്യ കുടുംബശ്രീന്റെ പ്രസിഡന്റ് അല്ലേ? അപ്പൊ വല്ല കുരുട്ടു ബുദ്ധിയൊക്കെ കാണാതിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, മാവേലി നമ്മൾ പിടിച്ചിട്ട് ക്വാറന്റൈനിലാക്കണം. അപ്പോ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് എല്ലാവരും നല്ല ആൾക്കാരെ ടെറസിന്റെ മുകളിൽ വന്ന് നിൽക്കുക. പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ആ മുടക്ക് മോഹനം പണി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വാ. അപ്പൊ ഇവിടെ പോണം. എന്റെ കിരീടൊക്കെ എടുക്കാം. ഇതൊക്കെ എന്താ ഓട്ടം? പണ്ട് ഞാനും ഗാന്ധിജിയും കൂടി ഒരു ഓട്ടം ഓടിയിട്ട് ഗാന്ധിജിക്ക് കൊളസ്ട്രോള്. മൂപ്പര് അലിയം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗാന്ധിജീനെ ഓടിക്കണം. അങ്ങനെ ജാർഖണ്ഡിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയ ഓട്ടം സിംഗപ്പൂർ അവസാനിച്ചു. അവിടെ എത്തിയപ്പോഴേക്ക് മഹാബലിനെ പോലെ തടിച്ച ഗാന്ധിജി ഇവന്റെ മാതിരി ഉണങ്ങിപ്പോയി. ഇത് രണ്ടും കൂടി പറ്റൂല. രണ്ടും കൂടിയോ? ഈ ഓട്ടം അതിന്റെ കൂടെ തള്ളും. ഒരു മഹാബലി കൊളസ്ട്രോൾ കുറയണ്ടേ? മാവേലിനെ മറ്റാളെ എവിടെയൊക്കെ പോയി മുങ്ങിയാലും ഞങ്ങൾ തപ്പി എടുത്തോണ്ട് ക്വാറന്റൈനിലാക്കും. മോഹന്റെ ആൾക്കാരാണ് കളി. ചെല്ലേ കേറ്, മാവേലി തമ്പുരാൻ കേറ്. ഞാൻ നാട് കാണാൻ നല്ല ബെസ്റ്റ് സമയത്താണ് നാട് കാണാൻ വേണ്ടി വന്നത്. എന്റെ പൊന്നോ, കോടതി കിടക്കുന്നതാണ് സേഫ്. എന്ത് നോക്കുന്നുണ്ടാ കാണാം? വിട്. എടാ ഇതൊക്കെ ആരാന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്നറിയാമോ? ആരാണെങ്കിലും ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഡ്യൂട്ടി. മാസ്ക് എടുത്ത് മര്യാദ വെക്കണം, നിന്നെ പിടിച്ചകത്തിട്ട് ഞാൻ. സോറി. വിട്ടു പോടാ. അതെ, അവർക്ക് വേണ്ടി ഞാൻ തിരുമേനോട് മാപ്പി ചോദിക്കാം. അതൊന്നും സാരമില്ല, മനുഷ്യത്തോട് ഒരാളെങ്കിലും കണ്ടല്ലോ. സത്യത്തിൽ എന്താ തിരുമേനി പ്രശ്നം? ഓണമായിട്ടൊന്ന് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മൊത്തം ആൾക്കാരെ കന്നിച്ചോറയില്ലാത്തവന്മാരാ. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. അങ്ങെന്നാ എന്നോട് അപേക്ഷിക്കാൻ പോണ? അങ്ങ് ആജ്ഞാപിച്ചാലും ഞാൻ കേട്ടോളാം. ഓണത്തിന് അനുവദിച്ച 10 ദിവസം നാളെ കഴിയുമ്പോൾ
പിന്നെ ഒരു 14 ദിവസം കൂടെ ഇവിടെ കഴിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും പോകാൻ അനുവദിക്കണം. നടക്കില്ല. ഇയാളല്ലേ പറഞ്ഞ തിരുമേനി ആജ്ഞാപിച്ചാ മതി, കേട്ടോളാന്ന്. ഞാൻ കേട്ടല്ലോ, നല്ല വെടിപ്പായിട്ട് കേട്ടു. പക്ഷെ അനുസരിക്കില്ല. ഞങ്ങൾക്ക് പോണം. ആഹാ, വന്നിട്ട് അങ്ങോട്ട് പോരെ. കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിനല്ല വന്നേക്കണത്. ബ്രദറെ, അങ്ങനെ പറയരുത്. 14 ദിവസം കഴിച്ച് പാതാളത്തിൽ മടങ്ങി ചെന്ന എന്റെ ചീട്ട് കീറും. നിങ്ങളിപ്പോ ഇവിടുന്ന് പറഞ്ഞു വിട്ട എന്റെ നിക്കറ് കീറും. അതെ, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്. ഒരു 14 ദിവസം കൂടെ കിടന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടിലടിച്ച് കേറ്റിക്കളയും. ഇവരെയൊക്കെ ആരിവിടെ ജോലിക്ക് എടുത്തത്? അത് എന്റെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാണ്. അയ്യോ, തന്റെ അച്ഛൻ എങ്ങനെ മരിച്ചേ? അവര് ജോലി കിട്ടാൻ വേണ്ടി അച്ഛനടുത്ത് കണക്കിട്ടതാ. ഇതാ റൂം, അങ്ങോട്ട് കയറിക്കോ. അയ്യോ, ഇത് തനിക്ക് മാത്രമുള്ള റൂമാ, മാവേലിക്ക് അപ്പുറത്തെ റൂം. അതൊക്കെ ഞാൻ മാവേലിയുടെ കൂടെ കിടക്കത്തുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഹണിമൂൺ വന്നേക്കണല്ല, ക്വാറന്റൈനിൽ കിടക്കണം. അകത്തോട്ട് കയറോ? പിടിപ്പിക്കും. വിടാൻ പറ. വിടറോ, കയ്യെന്ന് വിടറോ. അവൻ പിടിവിടൂല. പിടിക്കാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇതാണ് തിരുമേന്റെ റൂം. കയറിക്കോ. അതെ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഒരു വഴിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് കൈമടക്ക് തന്നാലോ? 6 അടി മണ്ണി വെച്ചിട്ട് കൊടുക്കാനില്ലാണ്ട് 3 അടി കൊടുത്ത ആളാ ഇപ്പൊ കൈമടക്ക് തരാന്ന്. തിരിച്ച് കയറ്റാൻ നോക്കാം. അതെ, നിങ്ങൾക്ക് ഏകദേശം എന്റെ സാമ്യമുണ്ട്. അപ്പൊ എന്റെ ഈ വസ്ത്രം ധരിച്ചോണ്ട് നിങ്ങൾക്ക് അകത്ത് നിന്നൂടെ? ഞാൻ ഇതുവഴി അങ്ങ് പൊക്കോട്ടെ. ചുമ്മാ തമാശ പറയണ കേൾക്കും. ബ്രദറെ, ബ്രദറെ, ഇപ്പൊ തൃപ്തിയായില്ലേ? ഞാൻ എന്തോ ഇതെന്നാ പറയണേ? ബ്രദറിന്റെ അടുത്ത് ഞാൻ 100 തവണ പറഞ്ഞില്ലേ കേരളത്തിന്റെ അവസ്ഥ മോശമാണ്, നമുക്ക് പോണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തിരുമേനി പറയുന്ന കേട്ടാത്തോന്നും തിരുമേനി ഞാനാണ് ഇവിടെ പിടിച്ചോണ്ട് വന്നത്. ഞാനല്ലേ പിടിച്ചോണ്ട് വന്നത്, അവന്മാരല്ലേ പിടിച്ചോണ്ട് വന്നത്. പിന്നെ അതെല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കണേ ഇതിന്. ഞാൻ എവിടെ തിട്ട് രക്ഷിക്കാനാണ് തിരുമേനി? ആരാണ് അവിടെ ചിലക്കണേ? അതാരാണ്? ഞാൻ സുര, ഓട്ടി സുര. നിങ്ങളാരാ? മഹാബലി. മഹാബലിയോ? മഹാബലി ചക്രവർത്തി. ആ, അത് പിടുത്തം വിട്ട് പോയിട്ടില്ലേ? ഇവിടെ എല്ലാം കൂടെ നിൽക്കണ്ട കുതിരാട്ടത്താ. ഇത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ, സത്യമായിട്ടും. ഓട്ടി, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇത് സ്ഥലം വേറെയാ. ഞാനെന്ത് ബഹളം ഉണ്ടാക്കി? അപ്പുറത്ത് നിന്നാണ് ബഹളം. ഇവിടെ ഭ്രാന്തിന് ചികിത്സിക്കുന്നുണ്ടോ? ഭ്രാന്താ? ആ, ഒരാൾ അവിടുന്ന് പറഞ്ഞു ഞാൻ മഹാബലിയാന്നൊക്കെ. എടാ, അത് ശരിക്കും മാവേലിയാണ്. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. ശരിക്കും മാവേലി? നിങ്ങൾക്ക് ഭ്രാന്തായോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കും. അത് മാവേലി തന്നെ. മാവേലി, നിങ്ങൾ പിണങ്ങല്ലി. എനിക്ക് ആളെ മനസ്സിലാവായിട്ടില്ലേന്ന്. തിരുമേനി, നമുക്കിനി തീരെ സമയമില്ല, പോവണ്ടേ? അതാരാ ക്വാറന്റൈനിൽ കിടക്കുമ്പോ സമയം തീരില്ലാത്ത ആള്? എന്റെ സഹായ ബ്രദർ. ആ, മൂപ്പർക്ക് എങ്ങോട്ടാ പോണ്ടേ? ബ്രദറിന് മാത്രമല്ല, എനിക്കും തിരിച്ചു പോകണം. ഞങ്ങൾ ഒരുമിച്ചാ പോണത്. അല്ല, വന്ന് അന്ന് തന്നെ പോവുക? താങ്കൾക്ക് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞൂടാത്തോണ്ട് ഓണത്തിനാകെ 10 ദിവസം മാത്രമേ കേരളത്തിൽ വരാൻ ഞങ്ങൾക്ക് അനുമതിയുള്ളൂ. അതിപ്പോ ആർക്കാ അറിയാത്ത? എന്നാൽ നാളെയാണ് ആ ദിവസം, തിരുവോണം. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മടങ്ങണം. നാളെയോ? അപ്പൊ ഓണം തുടങ്ങിയിട്ട് 9 ദിവസമായി. താങ്കൾക്ക് ഇതൊന്നും അറിയില്ലേ? ഇല്ല. ഏതാ ആ പൊട്ടാൻ? പൊട്ടാന്റെ അച്ഛൻ. എടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തെക്കും വടക്കും തിരിച്ചറിയില്ല, പിന്നെ ഓണം. എന്നാ നാളെയാണ് ആ ദിവസം, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മടങ്ങണം. നിങ്ങൾക്ക് നാളെ തന്നെ തിരിച്ചു പോയാ പോരെ? എങ്ങനെ പോവും? ഞങ്ങളിവിടെ പെട്ടുപോയില്ലേ? ഞങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്? തിരുമേനി വിഷമിക്കല്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാ പോരെ? അതിനൊക്കെ ഞാൻ വഴി ഉണ്ടാക്കാം. ഞാൻ ബോസായിട്ടൊന്ന് സംസാരിക്കട്ടെ. നല്ല വിശപ്പുണ്ടാവും. ഒരു പണിക്കും പോകാതെ വെറുതെ കിടക്കണല്ലേ, തിന്നാൻ നോക്ക്. പിന്നെ എന്തായാലും ഇതൊക്കെ ഭയങ്കര മോശമായിപ്പോയി.
അല്ല ചോറുണ്ടോന്നല്ല, ആ മഹാബലിനെ ഇങ്ങനെ പൂട്ടിയിട്ട് ഭയങ്കര മോശമായി. അയ്യോ, മഹാബലി നിന്റെ അമ്മയുടെ മോനൊന്നും അല്ലല്ലോ. അതല്ല, അയാൾ എന്തൊക്കെ നല്ല കാര്യം ചെയ്ത ഒരാളാണ്. ഒരു കൊല്ലം ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ 14 ദിവസം ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പൂട്ടിയിട്ട് ശരിയായില്ല. എടുത്ത് ഗവൺമെന്റിന്റെ തീരുമാനം കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്റെ പൊന്ന് സുഹൃത്ത്, അയാൾ നാളെ പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം ക്വാറന്റൈനിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നല്ല വീട്ടിൽ കൊണ്ട് നിർത്താൻ പാടില്ലേ? എന്റെ വീട്ടിൽ ഇന്നെ തന്നെ കേട്ടില്ല, പിന്നല്ലേ അയാളെ കേട്ടില്ലല്ല. അപ്പൊ പിന്നെ കൂടുതൽ വർത്തമാനം പറയണ്ട, ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ആണോ? എന്നാ പിന്നെ അയാളെ പുറത്തിറക്കാൻ പറ്റുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ തുറന്നു വിടാൻ പറ്റുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. നീ ഇവിടുന്ന് പുറത്തു പോയിട്ട് വേണമല്ലോ പുള്ളിനെ പുറത്തു വിടാനായിട്ട്. ആ, അതിനുള്ള പണി ഞാൻ ചെയ്തോളാം. ആണോ? എന്നാ പിന്നെ അങ്ങനെ കാണാം, നമുക്ക് കാണാം. നല്ല വിശപ്പുണ്ടെന്നല്ലേ പറഞ്ഞു. ചോറ് തിന്നണ്ട. ഈ ചോറും ഇതും തമ്മിൽ എന്താ ബന്ധം? നീ മഹാബലിയും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ അങ്ങനെ പല ബന്ധമുണ്ട്. എന്നാൽ ഞാൻ തോറും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ആണോ? എന്റെ വകയിൽ എന്റെ മുത്തച്ഛനായിട്ട് വരും ചോറ്. ആ, എന്റെ അടുത്ത് അവന്റെ കളി വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞേ, ഞാൻ ഈ ഗെയിം ഒന്ന് തീർത്തോളാം. അതിലും വലിയ ഗെയിം അവിടെ നടക്കുന്നത്. പെട്ടെന്ന് വാ. എന്താണ് കാര്യം? എന്താണ് ഈ അകത്തിറങ്ങ പൂച്ചാണ്ടി ആളെങ്ങനെ? ഏത് കോട്ടി സൂര്യ? വേറൊലമ്പാണ്. ഹലോ ബോസേ, സൂര്യാണ്. ചെറിയൊരു ഹെൽപ്പ് വേണം. അവൻ എന്നോട് പറയാം ഇന്ന് രാത്രി അവൻ മാവേലിനെ ഇവിടുന്ന് കടത്തുന്നു. എന്നിട്ട് ഞാൻ കട്ടായം പറഞ്ഞു പറ്റില്ല എന്ന് മാത്രമല്ല ചോറും കൊടുത്തില്ല. കൊള്ളാം. അവനാണ് ഇവിടുത്തെ ഗുണ്ടകളും ലോക്കൽ ടീമൊക്കെ ആയിട്ടാണ് കമ്പനി. അവന്മാരെല്ലാം കൂടി കുത്തിക്കറി കൂടി വരും ചെയ്യും, പണി നടത്തും. അത് ബോസ് വിചാരിച്ചാൽ നടക്കുള്ളൂ. ശരി ബോസ്. നീ ഇപ്പൊ എന്റെ സൈഡാണ് അവരുടെ സൈഡാണ്? അല്ല, ഞാൻ കാര്യം പറഞ്ഞുള്ളൂ. അതെ, അങ്ങനെ വരാനൊന്നും പോണില്ല. ഇപ്പൊ ഈ കൊറോണ കാരണം അവന്മാർക്ക് പേടിയായിരിക്കും വരാനായിട്ട്. കൊള്ളാം. ഇവിടെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവന്മാരെ ശ്രദ്ധിക്കാനുള്ള. പിന്നെയാണ് ഒരു ബോധവും വിവരവും ഇല്ലാത്ത അവന്മാരെല്ലാം കൂടി കയറി വരും ചെയ്യും, പണിയാണ് കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യും, മോഹനെ വിളിച്ചാലോ? മോഹനെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ പാർട്ടിക്കാര് പറഞ്ഞാൽ കേൾക്കാത്ത ഏത് ഗുണ്ടാണ് ഇവിടെ ഉള്ളത്? വിളിക്കും. ഹലോ മോനേട്ടാ, ഇത് കോട്ടിക്കൊള്ളം കുട്ടിയാ പൂട്ടിയാന്നാ? അതെ, ഒടുക്കത്തെ പൂട്ടാ പൂട്ടിയേക്കണത്. ഇനി മുതുകാട് വിചാരിച്ച പോലും രക്ഷപ്പെടാൻ പറ്റിയല്ല. അപ്പൊ ഇവിടുത്തെ കാര്യമൊക്കെ എല്ലാം ഓക്കെ. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അവൻ താഴത്ത് എത്തുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ രാവും പകലിലാണ് താഴത്ത് നിൽക്കുന്നത്. എന്തിന്? ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങൂല. അതുപോലത്തെ പൂട്ടാ ഞാൻ പൂട്ടിയേക്കണത്. ആണോ? ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ അവൻ കുറച്ച് ആളുകളെ ഗുണ്ടകളെയൊക്കെ വിളിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല കേട്ടാ. ധൈര്യമായിട്ട് പോകും. ഓ ശരി. അഥവാ പേടിയ. അതെ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്തായാലും ഒരു 5-6 പേരെ താഴ്ത്ത് നിർത്തിക്കോ. അഥവാ ഇനി അവൻ രക്ഷപ്പെടാൻ നോക്കിയാലാ? അല്ല പെറുക്കെ കുറെ നേരം അഥവാ എന്റെ പ്രശ്നം എനിക്ക് പറയാൻ പാടില്ലേ? അപ്പൊ ഞാൻ എന്തിനാണ് പറഞ്ഞത്? അപ്പൊ എനിക്ക് അത് പറയാൻ പാടില്ല. മോഹനേട്ടൻ എന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചോ അഥവാ നീ അഥവാ നിർത്ത്. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മാവേലിനെ ക്വാറന്റൈനിൽ ചാടി പോയിരിക്കാൻ നോക്കാൻ. അതായത് നമ്മൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും. വാടാ മോഹന. അല്ല വാടാ മോഹന സാറേ. അല്ല മോഹന സാറേ വാ. ചെല്ലി ധൈര്യമായിട്ട് ചെല്ലി. ഈ മാസ്ക് ഇനി അഥവാ ഒന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട് സുരേ. രക്ഷപ്പെടാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണ്. ഇതൊക്കെ എന്ത്? നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് വെടുപ്പായിട്ട് ചെയ്യും. അതാണ്